വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ് ഓഫ് എഡ്യൂഫിക്സ് അക്കാദമി. അപ്പം ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്ന പേപ്പറിന്റെ പേരാണ് മാനേജിങ് സ്ട്രെസ്. സ്ട്രെസ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് സ്ട്രെസ് എന്താണ്, സ്ട്രെസ്സിന്റെ ഒരു കൺസെപ്റ്റ് എന്താണ് നമ്മൾ പഠിക്കും. അതായത് ഏതൊക്കെ ടൈപ്സ് ഓഫ് സ്ട്രെസ് ഉണ്ട്, എങ്ങനെ സ്ട്രെസ് കോസ് ചെയ്യുന്നുണ്ട്, അതിന്റെ സിംറ്റംസ് എങ്ങനെയാണ്, സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്, സ്ട്രെസ്സിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വരുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ ബയോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് ഈ ഒരു ബ്ലോക്ക് 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വരും ബ്ലോക്കുകളിൽ നമ്മൾ എന്താണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു പേപ്പർ മാനേജിങ് സ്ട്രെസ് നമുക്ക് എന്താണ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റ് ആണ് സ്ട്രെസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. സ്ട്രെസ്സിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മൾ എന്താണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം സ്ട്രെസ് എന്താ നമുക്ക് നോക്കാം. നമ്മൾ ഈ സ്ട്രെസ് എന്നുള്ളത് നമ്മളിപ്പം ഒന്ന് ബസ് ലേറ്റ് ആയി, നമ്മൾ കോളേജിക്ക് ബസ് ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തുന്നത്. ലേറ്റ് ആയിട്ട് നമ്മൾ എത്തുന്ന ഒരു 9:30ക്കാണ് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് 9:30 കണ്ട് 9:35 ചിലപ്പോൾ നമ്മൾ കോളേജിൽ റീച്ച് ചെയ്യൂ. അപ്പോഴൊക്കെ ആ ഒരു 5 മിനിറ്റ്സ് നമ്മൾ ചിലപ്പോൾ എന്താണ് സ്ട്രെസ് അടിക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഭയങ്കര വോറിനെസ് അല്ലെങ്കിൽ ആൻഷ്യസ് ഫീൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ സ്ട്രെസ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ സ്കൂൾ ആയിക്കോട്ടെ, വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, നമ്മുടെ വീടായിക്കോട്ടെ, നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ എന്താണ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് എന്ത് സ്ട്രെസ് എന്നുള്ളത്. സ്റ്റിറിഞ്ചർ എന്നുള്ള ലാറ്റിൻ വേർഡ് നിന്നാണ് സ്ട്രെസ് എന്നുള്ള വേർഡ് ഡെറൈവ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ സ്റ്റിറിഞ്ചർ എന്ന് പറഞ്ഞാൽ ടു ഡ്രോ ടൈറ്റ് എന്നാണ്. ടു ഡ്രോ ടൈറ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് നമ്മുടെ എന്താണ് മുറുകെ പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വേർഡ് മീനിങ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഈ 17th സെഞ്ചുറി പീരീഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെസ് എന്നുള്ള വേർഡിന് പകരം നമ്മൾ യൂസ് ചെയ്തതാണ് പ്രഷർ, സ്ട്രെയിൻ, ഫോഴ്സ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. അതായത് നമ്മൾ പ്രഷർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ സംതിങ് നമ്മളെ ഇട്ട് അലക്കുന്നുണ്ട് അല്ലെങ്കിൽ അരട്ടുന്നുണ്ട് നമുക്ക് പറയലേ. അപ്പൊ അതിൽ വരുന്ന ഒരു പ്രഷറും സ്ട്രെയിന്, ഫോഴ്സ് ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ അതെന്താണ് അറിയുന്നുണ്ട്, നമ്മൾ അതിനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനീഷ്യലി നമ്മൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ പുറത്തുള്ള എന്തോ ഒരു കാര്യം നമ്മളിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്, അങ്ങനെയാണ് നമ്മൾ സ്ട്രെസ്സിനെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാണ്. പക്ഷെ അത് മാത്രമല്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലസ് മാത്രമല്ല, നമ്മൾ ഇന്റേണലി നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമുക്ക് സ്ട്രെസ് അനുഭവിക്കപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ട്രെസ് അനുഭവിക്കുന്ന നമുക്ക് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒരുപാട്. നമ്മുടെ ഹേർട്ട് ബീറ്റ് കൂട്ടാൻ തുടങ്ങും, നമ്മൾ ഭയങ്കര സ്വെറ്റ് ആവാൻ തുടങ്ങും, വെറിനെസ് കൂടും, ആൻഷ്യസ്നെസ് കൂടും, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇൻസൈഡ് ദ ബോഡി നമുക്ക് നടക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു പുറത്തേക്കുള്ള ഒരു ഔട്ട് സാധനങ്ങളാണ് നമ്മൾ എന്താണ് എക്സ്റ്റേണലി നമ്മൾ കാണുന്നത്. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനും ബോഡി മൂവ്മെന്റും ഒക്കെ അതിനനുസരിച്ച് മാറുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് സ്ട്രെസ് ഹോർമോൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ് കോർട്ടിസോൾ എന്നുള്ളത്. വരും ചാപ്റ്ററിൽ നമ്മൾ പറയും, പക്ഷെ എന്നാലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോർട്ടിസോൾ കോർട്ടിസോൾ ആണ് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ നമ്മളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ പുറത്തോട്ട് എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് അനുഭവിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കാനൻ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആള് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആളുടെ സ്റ്റഡിയിൽ, നമ്മൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നമുക്കൊരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റിയാക്ഷൻ ആണ്. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ അപ്പോൾ എന്താണ് എമർജൻസി ആയിട്ട് നമ്മളുടെ ഉള്ളിൽ കുറെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ ഈ സ്ട്രെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചടപടേന്ന് നമ്മൾ എന്താണ് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ നമുക്ക് ഒരു ഡോഗ്, നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളൊരു ഡോഗിനെ കണ്ടു, അപ്പൊ തന്നെ നമ്മൾ എന്താണ് ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡോഗിനെ കണ്ട് അപ്പൊ നമ്മളൊരു വെപ്രാളത്തിലുള്ള ആക്ഷൻസാ ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ വല്ല വടിയും എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ നോക്കും, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ ഓടാൻ നോക്കും. ഇങ്ങനെ പല പല റിയാക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു റിയാക്ഷന് ഭയങ്കര ധൃതി പിടിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്തു പോകുന്നത്. അതിന് നമ്മൾ എന്ത് പറയും, ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആണ് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റിയാക്ഷൻ എന്നുള്ളത്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് നമ്മൾ അനിമൽസിലും ഹ്യൂമൻസിലും ഒക്കെ നമ്മൾ കാണുന്നത്
ഈ ഒരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റിയാക്ഷൻ അനുസരിച്ചിട്ട് നമ്മളുടെ ബോഡിയിൽ ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹേർട്ട് ബീറ്റ് കൂടുന്നുണ്ട്, ഹേർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ലെവൽ കൂടുന്നുണ്ട്, നമ്മൾ പെട്ടെന്ന് സ്വെറ്റ് ആവുന്നുണ്ട്. ഇങ്ങനത്തെ ഡിഫറെന്റ് കാര്യങ്ങൾ എന്തുണ്ട്, സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നുണ്ട്. സോറി, ഇപ്പൊ സ്ലൈഡ് ഒന്ന് മാറിപ്പോയി. ഓക്കെ, അപ്പൊ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നമുക്കൊരു ഇന്റേണൽ റിയാക്ഷൻസ് മാത്രമല്ല, നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടും ഒരുപാട് റിയാക്ഷൻസ് എന്താണ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിയാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രെസ്. അപ്പൊ സ്ട്രെസ്സിന് ഇവിടെ ഡിഫറെന്റ് ഡെഫിനിഷൻസ് നമ്മൾ പറയുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് പറയുന്നത്. ഈ ഹാൻസ് സെൽഇ, ഇയാളുടെ ഡെഫിനേഷനാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചേക്കുന്നത്. ഇയാളുടെ ഒരു സ്ട്രെസ്സിന്റെ ഒരു മോഡൽ കൂടെ നമുക്ക് പഠിക്കാൻ. അപ്പൊ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് ഒരു ഡെഫിനേഷൻ എങ്കിലും നിങ്ങൾ എന്താണ് കാണാതെ പഠിക്കണം കേട്ടോ. അപ്പൊ ഹാൻസ് സെല്ലി 1974 പറയുന്നത്, സ്ട്രെസ് എന്ന് പറഞ്ഞാല് എ റെസ്പോൺസ് ഓഫ് ദി ബോഡി ടു സർട്ടൻ ഡിമാൻഡ് ദാറ്റ് ഈസ് മെയ്ഡ് ഓൺ ഇറ്റ്, ആൻഡ് ഹി ഫർദർ സ്റ്റേറ്റഡ് ദാറ്റ് ദിസ് റെസ്പോൺസ് വാസ് നോൺ സ്പെസിഫിക്. അതായത് നമ്മുടെ പുറത്തുള്ള ഒരുപാട് ഡിമാൻഡ്സ്, നമ്മുടെ ഉള്ളിലുള്ള ഡിമാൻഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തുള്ള ഡിമാൻഡ്സ് ആയിക്കോട്ടെ, അത് നമ്മളെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കുറച്ച് ഡിമാൻഡ്സിനോട് നമ്മൾ പൊരുത്തപ്പെടുക, അല്ലെങ്കിൽ നമ്മളുടെ ബോഡീന്റെ ഒരു റെസ്പോൺസ് എന്താണ്, അതിനെയാണ് എന്ത് പറയുന്നത്, സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു റെസ്പോൺസസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നോൺ സ്പെസിഫിക് ആണ്. അപ്പം ഉണ്ടാകുന്ന റിയാക്ഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസ്പോൺസസ് കാഴ്ചവെക്കല്. അതാണ് സ്ട്രെസ്സിനെ കുറിച്ചിട്ട് ഹാൻസ് സെല്ലി 1947 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ സ്ട്രെസ്സിന്റെ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ ബോം എറ്റാൽ 1981 സ്ട്രെസ്സിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പ്രോസസ് ഇൻ വിച്ച് എൻവിറോൺമെന്റൽ ഇവന്റ് ഓർ ഫോഴ്സസ് കാൾഡ് സ്ട്രെസ്സേഴ്സ് ത്രെറ്റൻ ആൻ ഓർഗാനിസം എക്സിസ്റ്റൻസ് ആൻഡ് വെൽബീങ്. അതായത് സ്ട്രെസ് കോസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ് കോസ് ചെയ്യുന്ന ഇവന്റ്സിനെ നമ്മൾ പറയുന്നതാണ് നമ്മൾ സ്ട്രെസ്സേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രെസ് കോസ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ സ്ട്രെസ്സേഴ്സ്. അപ്പൊ സ്ട്രെസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും എൻവിറോൺമെന്റൽ ഇവന്റ്സ് ആയിക്കോട്ടെ, പെട്ടെന്ന് ഒരു സുനാമി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സസ് ആയിക്കോട്ടെ, ഇയാളുടെ പവർ യൂസ് ചെയ്തിട്ട് നമ്മളെല്ലാം ത്രെറ്റൻ ചെയ്യാൻ, അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ സ്ട്രെസ് അനുഭവിക്കില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്സേഴ്സ് എന്നുള്ളത്. അപ്പൊ ഈ സ്ട്രെസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ വെൽബീയിങ്ങിനെ, അല്ലെങ്കിൽ നമ്മുടെ നേരവണ്ണം ജീവിക്കുന്നതിനെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റീവ് ലൈഫിനെ, നമ്മുടെ പെർഫോമൻസിനെ ഒക്കെ കുറക്കാൻ സഹായിക്കും അല്ലെ. ഇതൊക്കെ എന്താണ് ഡിക്ലൈൻ ചെയ്യാണ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള സ്ട്രെസ്സേഴ്സ് കാരണമാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ബൗം എറ്റാളിന്റെ ഡെഫിനിഷനിൽ ആള് പറയുന്നത്. ഓക്കെ, അടുത്തത് ഷാഫർ 1998 പറഞ്ഞ ഡെഫിനിഷൻ ആണ് അറോസൽ ഓഫ് മൈൻഡ് ആൻഡ് ബോഡി ഇൻ റെസ്പോൺസ് ടു ഡിമാൻഡ് മെയ്ഡ് ഓഫ് ദം. അതായത് ഒരു ഇൻഡിവിജ്വലിന് വരുന്ന ഡിമാൻഡ് എന്താണോ, ആള് നേരിടേണ്ട പ്രശ്നം എന്താണോ, അതിന് വേണ്ടിയിട്ട് നമ്മളെ മൈൻഡും ബോഡിയും ഒന്ന് അലേർട്ട് ആവുക. ഇങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്, ഇപ്പൊ നമ്മൾ ജസ്റ്റ് കൂളായി നടക്കുകയാണ്, നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാതെ നമ്മൾ പുറത്ത് ഇങ്ങനെ നടക്കുകയാണ്, പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഒരു കോൾ വിളിച്ച് വീട്ടിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്താണ് ഒന്ന് അലേർട്ട് ആവുക, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെസ്ഫുൾ ആവുക അല്ലെ. അപ്പൊ നമ്മളുടെ റെസ്പോൺസസ്, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ്സ് എന്തൊക്കെയാണോ അതിനെ ബേസ് ചെയ്ത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഡിമാൻഡ്സിന് വേണ്ടിയിട്ട് നമ്മളെ ബോഡി എന്താണ് ഒന്നും കൂടെ അലേർട്ട് ആവുക, നമ്മുടെ മൈൻഡും ബോഡിയും അലേർട്ട് ആകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെസ് എന്നാണ് ഷേൽഫറിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിന്റെ ഒരു ഡിമാൻഡ്സിനോടുള്ള റെസ്പോൺസ് എന്താണ് എന്നാണ് എന്ത് ഇവിടെ നമ്മൾ സ്ട്രെസ്സിന്റെ ഡെഫിനിഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പറഞ്ഞ ഫസ്റ്റ് ഡെഫിനേഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡീനെ മാത്രമേ ഉള്ളൂ നോക്കുന്നത് അല്ലെ. അതായത് റെസ്പോൺസ് മെയ്ഡ് ചെയ്യുന്നത് അയാളുടെ ബോഡിക്കാണ്, അല്ലെങ്കിൽ ഡിമാൻഡ്സ് ഒക്കെ ചെയ്യുന്നത് അയാളുടെ ബോഡി അല്ലെങ്കിൽ ശരീരത്തിന് മാത്രമാണ് നമ്മൾ ഫോക്കസ്. ഇവിടെ പിന്നെയുള്ള ഡെഫിനേഷനിലൊക്കെ നമ്മൾ അറോസൽ ഓഫ് മൈൻഡ് ആൻഡ് ബോഡി, അലേർട്ട് ആവാണ്, നമ്മുടെ മൈൻഡും ബോഡി അലേർട്ട് ആവാണ്. അപ്പൊ പോയി നമ്മുടെ സ്ട്രെസ്സിന്റെ ഡെഫിനേഷൻ വരുമ്പോൾ അതിലെന്താണ് മൈൻഡിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ബോഡി ആസ് വെൽ ആസ് മൈൻഡ് രണ്ടിന്റെയും ഒരു റെസ്പോൺസ് ആയിട്ടാണ് ആര് മാറുന്നത്, നമ്മുടെ സ്ട്രെസ് മാറുന്നത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ലസാറസ് ആൻഡ് ഫോക്മൻ. നിങ്ങൾ ഹാൻസ് സെല്ലിന്റെ ഫസ്റ്റ് ഡെഫിനിഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ ആണ് പിന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട. ലസാറസ് ആൻഡ് ഫോക്മന്റെ a particular relationship between the person and environment that is appraised by the person as taxing or exceeding his or her resources
ആൻഡ് എൻഡേഞ്ചറിങ് ഹിസ് ഓർ ഹെർ വെൽബീയിങ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വെൽബീയിങ്ങിനെ ബുദ്ധിമുട്ടാക്കുകയാണ്. എന്തൊക്കെയോ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾ ആളുടെ റിസോഴ്സസ്, ആൾക്ക് ഒക്യുപ്പൈ ചെയ്ത റിസോഴ്സസ് എടുക്കുക, അതുപോലെ തന്നെ ആളുടെ നിലനിൽപ്പിനെ ബാധിക്കുക. ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ നമ്മളെ ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻവറോൺമെന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്യുന്നതിൽ നമ്മൾ ഒന്നുകൂടി അപ്രൈസ് ആവുക, നമ്മൾ ഒന്നുകൂടി അലേർട്ട് ആവുക, അതിനൊന്നും കൂടി നമ്മൾ നോക്കി വീക്ഷിക്കുക, എന്നിട്ട് അതിനെങ്ങനെ നമ്മൾ നോക്കി കാണുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം. എന്നിട്ട് ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എലമെന്റ് എന്താണോ, നമ്മളെ വെൽബീയിങ്ങിനെ ബാധിക്കുന്ന കാര്യം എന്താണ്, അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുപോലെ ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. ട്രിക്സിലോന്റെ ഡെഫിനിഷൻ ഉണ്ട്. ദ ബോഡീസ് റിയാക്ഷൻ ടു ചേഞ്ച് ദാറ്റ് ട്രിഗർ ഫിസിക്കൽ, മെന്റൽ ഓർ ഇമോഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഓർ റെസ്പോൺസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണോ അതിനോടുള്ള നമ്മളുടെ ഒരു ബോഡി റിയാക്ഷൻ ആണ്. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ വീട്ടിലൊരു ആക്സിഡന്റ് നടന്നു, അപ്പൊ അതോട്ടുള്ള നമ്മളുടെ റിയാക്ഷൻ ആണ്. നമ്മുടെ ഫിസിക്കലി നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാകും, മെന്റലി ചേഞ്ചസ് ഉണ്ടാകും, ഇമോഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് റെസ്പോൺസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിനെ, നമ്മുടെ ബോഡി റിയാക്ഷനെയാണ് നമ്മൾ എന്താ പറയാ സ്ട്രെസ് എന്നാണ് ട്രിക്സില്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രെസ്സിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. നമുക്ക് പറയാം സ്ട്രെസ്സിന്റെ ഒരു നാച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിസിക്കലി സ്ട്രെസ് അഫക്ട് ചെയ്യുന്നുണ്ട്, മെന്റലി സ്ട്രെസ് അഫക്ട് ചെയ്യുന്നുണ്ട്, ഇമോഷണലി സ്ട്രെസ് നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം അല്ലെ. അപ്പൊ വെസ്റ്റേൺ പെർസ്പെക്റ്റീവിനെ വെച്ചിട്ട് നമുക്ക് പറയാം ഫിസിക്കലി, മെന്റലി ആൻഡ് ഇമോഷണലി ആണ് സ്ട്രെസ്സിന്റെ നാച്ചർ എന്ന് നമുക്ക് പറയാം. ഇനി ഒരു ഈസ്റ്റേൺ പെർസ്പെക്റ്റീവിന് അനുസരിച്ചിട്ട് പറഞ്ഞാല് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്നർ പീസ്, ഒരു ഉള്ളിലൊരു സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, ആബ്സെൻസ് ഓഫ് ഇന്നർ പീസ് എന്നാണ് ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ്. അതായത് നമ്മൾക്ക് ഒരു ഇന്നർ പീസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മളുടെ ഉള്ളിൽ നമ്മുടെ മൈൻഡിൽ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ നമുക്കൊരു തൃപ്തി നമുക്ക് നേടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എന്ത് പറയും, സ്ട്രെസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി സ്ട്രെസ്സർ എന്ന് പറഞ്ഞാലോ, സ്ട്രെസ്സർ എന്ന് പറഞ്ഞാൽ ഏതൊരു സിറ്റുവേഷൻ ആണോ, ഏതൊരു ഇവന്റ് ആണോ, ഏതൊരു പേഴ്സൺ ആണോ, അല്ലെങ്കിൽ എന്തൊരു സംഭവമാണോ സ്ട്രെസ്സിലേക്ക് നയിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്ട്രെസ്സർ എന്ന് പറയാം. സ്ട്രെസ് കോസ് ചെയ്യാൻ കാരണമാകുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്ത് പറയും, സ്ട്രെസ്സർ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഗ്രിഗർ ആൻഡ് സിംബാർഡോ സ്ട്രെസ്സിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രെസ്സർക്ക് ഒരു ഡെഫിനിഷൻ പറഞ്ഞു. Stressor as a stimulus event that places a demand on an organism for some kind of adaptive responses. അതായത് സ്ട്രെസ് കോസ് ചെയ്യാൻ ഒക്കർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഒരു ഡിമാൻഡ്സിനോട് പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡിമാൻഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓർഗാനിസംസ് എടുക്കുന്ന മീൻസ് ആ ഒരു ഡിമാൻഡ് വന്നത് കൊണ്ട് അവിടെ എന്താണ് ചെയ്യുന്നത്, ആ ഒരു ഓർഗാനിസത്തിന് കുറച്ച് സ്ട്രെസ് ഫേസ് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രെസ്സിലോട്ടാണ് നയിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് മറികടക്കാൻ വേണ്ടി ആൾ എന്ത് ചെയ്യണം, കുറച്ച് അഡാപ്റ്റീവ് റെസ്പോൺസസ്, അതായത് നല്ല റെസ്പോൺസസും സൊല്യൂഷൻസും ഒക്കെ ഇതിൽ യൂസ് ചെയ്യാൻ. ഇതിനെ നമ്മൾ എന്ത് പറയും, അങ്ങനെയുള്ള റീസൺസിനെയാണ് നമ്മൾ എന്ത് പറയാം, സ്ട്രെസ് കോസ് ചെയ്യാൻ വന്ന ആ ഡിമാൻഡിന് നമ്മൾ പറയുന്ന പേരാണ് സ്ട്രെസ്സർ എന്നുള്ളത്. ഓക്കെ, അപ്പം സ്ട്രെസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ വേരിയസ് സ്ട്രെസ്സേഴ്സ് ഉണ്ടാവും, ഇന്റേണൽ സ്ട്രെസ്സേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എക്സ്റ്റേണൽ സ്ട്രെസ്. അപ്പൊ നമുക്കൊരു ടാസ്ക് തന്നു, ആ ടാസ്ക് ചെയ്യാനുള്ള സ്കില്ല് നമുക്കില്ല, അപ്പൊ നമുക്ക് അവിടെ വരുന്നത് എന്താണ്, ഇന്റേണൽ സ്ട്രെസ്സർ. കാരണം നമ്മൾക്ക് സ്കില്ലില്ല, അല്ലെങ്കിൽ പുറത്ത് ഇപ്പൊ നമ്മളൊരു ടൈമിന് എത്തിച്ചേരുന്നില്ല, ഒരു ബസ് ലേറ്റ് ആവുന്നില്ല. അപ്പൊ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ സ്ട്രെസ്സേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഇന്റേണലി നമുക്ക് സ്ട്രെസ് ഒക്കെ അറിയുന്ന ഒരുപാട് കാര്യം ഉണ്ടാവും, എക്സ്റ്റേണലി നമ്മൾക്ക് സ്ട്രെസ് ഒക്കെ അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ സ്ട്രെസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ട് കാറ്റഗറൈസ് psychological, environmental, social ഡിഫറെന്റ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ എന്താണ് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ സ്ട്രെസ്സേഴ്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഇപ്പോ ലൈഫ് ഇവന്റ്സ് ആയ സെപ്പറേഷൻസ്, ഡിവോഴ്സ്, ഇൽനെസ്, ഡെത്ത് ഓഫ് ദ ലവ്ഡ് വൺസ്, റെസ്പോൺസിബിലിറ്റീസ്, ഫ്രീക്വന്റിങ് ആയി ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, നമ്മളൊക്കെ സ്ട്രെസ് അനുഭവിക്കാൻ പോകും. അപ്പൊ സ്ട്രെസ് ഉണ്ടാവാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കാര്യം റെസ്പോൺസിബിലിറ്റി. നമുക്ക് വീട്ടിലൊരാളെ
ചെറിയ കുട്ടി നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, നമുക്ക് വീട്ടിലൊരു ചെറിയ കുട്ടിയുണ്ട്, നമുക്ക് അവരെ നോക്കണം, അത് നമുക്ക് റെസ്പോൺസിബിലിറ്റി ആണല്ലേ. ഏജ് ആയിട്ടുള്ള ആളുകളുണ്ട്, നമുക്ക് ജോലിക്ക് പോകണം, അപ്പൊ അവിടെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് രണ്ടും മാനേജ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അവിടെ ആ റെസ്പോൺസിബിലിറ്റി കാരണം നമ്മൾ സ്ട്രെസ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ. സമയത്തിന് എത്തുമോ, അവർക്ക് മരുന്ന് എടുക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റുമോ, കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് ശരിക്കും ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇങ്ങനെയുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കാരണം നമ്മൾ എന്താണ് സ്ട്രെസ് അനുഭവിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്, ഇപ്പൊ ഒരു മാരേജ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിയായ കമ്മ്യൂണിക്കേഷൻസ് അവിടെ ഇല്ലെങ്കിൽ, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ് കാരണം നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇൻ സ്കൂൾ അല്ലെങ്കിൽ വർക്ക് എൻവിറോൺമെന്റ് ഭയങ്കര പ്രഷറാണ്. ഇന്ന സമയത്ത് ഇത് ചെയ്യണം, ഭയങ്കര ടൈമിംഗ് ആണ്, പഞ്ച്വാലിറ്റി ആണ്, ലീവിങ് കാര്യം ഒന്നും കിട്ടില്ല. നമുക്ക് നമ്മൾ ചെയ്യേണ്ട വർക്ക് മാത്രം ചെയ്താൽ പോരാ, നമ്മൾ എന്താ പറയാ ബാക്കി അഡീഷണൽ വർക്ക്സ് നമ്മൾ സമയം മെനക്കെടുത്ത് നമ്മൾ ചെയ്യണം. അങ്ങനെ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂൾ എൻവിറോൺമെന്റ് ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് എന്താണ് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരും. അതുപോലെ ഇമോഷണൽ ലേബർ, ലൈഫ് ഇവന്റ്സ്, നമ്മൾ എടുത്തൊരാളുടെ ഡെത്ത് ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ആക്സിഡൻസ് സംഭവിക്കുക, ഇത് കാരണം, അതുപോലെ ഒരാളുടെ ഫിസിക്കൽ കണ്ടീഷൻ കാരണം, ആൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഡിലേസ് ഉണ്ട്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താണ് നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഇനി നമുക്ക് നാച്ചർ ഓഫ് സ്ട്രെസ്സിന്റെ ഒരു നാച്ചർ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെസ്സിന് ഒരുപാട് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്, എന്നാൽ പോലും സ്ട്രെസ്സിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റും ഉണ്ട്. നമ്മൾക്ക് ലൈഫിൽ ഒരു 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 പരിധി വരെ നമുക്ക് സ്ട്രെസ് വേണം, ഒരു ഒപ്റ്റിമൽ ലെവലിൽ നമുക്ക് സ്ട്രെസ് വേണം. അതായത് നമ്മള് ഒരു ഫുഡ് എടുത്തു കഴിഞ്ഞാൽ ഫുഡിലേക്ക് സോൾട്ട് ആഡ് ചെയ്യുന്ന പോലെയാണ് ഈ സ്ട്രെസ്. നമ്മൾ കൂടുതലായിട്ട് ഒരു സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, നമ്മൾ അത് കളയേ ചെയ്യുള്ളൂ. പക്ഷെ നമുക്കൊരു ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു ഒപ്റ്റിമൽ ലെവൽ, ഒരു പാകത്തിനുള്ള സാൾട്ട് എന്താണ് അവിടെ വേണം അല്ലെ, എന്നാലേ ഫുഡ് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് സ്ട്രെസ്സും. നമ്മുടെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ടൂ മച്ച് ഓഫ് സ്ട്രെസ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ഹാൻഡിൽ ചെയ്യാനോ ലൈഫ് നല്ല പോലെ മുന്നോട്ട് പോകാനോ നമുക്ക് കഴിയില്ല. പക്ഷെ എന്നാൽ ഒപ്റ്റിമൽ ലെവൽ ഓഫ് സ്ട്രെസ്, ഒരു പാകത്തിന് വേണ്ട വിധത്തിലാണ് എങ്കിൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമുക്ക് എന്താണ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം സ്ട്രെസ് ഒരു ഒപ്റ്റിമൽ ലെവലിലാണ് നമ്മൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് കോപ്പ് ചെയ്യാനൊക്കെ പറ്റും. ഈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോ ഒരു പെർഫോമൻസിലോട്ട് എൻഗേജ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ടാസ്കിലോട്ട് എൻഗേജ് ചെയ്യുക. അപ്പൊ ആ ടാസ്കിൽ നമ്മൾ അത് മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ മൈൻഡിൽ ചെയ്യണമെങ്കിൽ, നമ്മളെക്കാൾ ബാക്കിയുള്ളവർ ജയിക്കോ, ഇങ്ങനെയുള്ള ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് സ്ട്രെസ് എന്താണ് നമുക്ക് വേണം. അതൊരു സ്ട്രെസ്സും അല്ല, ഒരു മോട്ടിവേഷൻ പോലെയാണ് അല്ലെ. അപ്പൊ ഈ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു ഒപ്റ്റിമൽ എമൗണ്ട് ഓഫ് സ്ട്രെസ് നമുക്ക് എന്താണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടതായിരിക്കുന്നത്. ഓക്കെ, അതാണ് നാച്ചർ ഓഫ് സ്ട്രെസ്സിൽ വരുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് സ്ട്രെസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ഉണ്ട്. ഓക്കെ, യൂസ്ട്രെസ് എന്ന് പറഞ്ഞാല് സ്ട്രെസ് ക്യാൻ ബി ഗുഡ് സ്റ്റേറ്റ്. നല്ല സ്ട്രെസ്സിനെ, ഗുഡ് സ്ട്രെസ്സിനെ നമ്മൾ എന്ത് പറയാം, യൂസ്ട്രെസ് എന്ന് പറയാം. അതായത് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. ഒരു വെഡിങ്, ഒരു പുതിയ ജോബ്, ഈ ഒരു പുതിയ ജോബിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്താണ് ഒരു സ്ട്രെസ് ഉണ്ടാകും, ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകും. പക്ഷെ എൻ്റർ ചെയ്ത് നമ്മൾ അതിലോട്ട് ഒരു ഫ്ലോയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു സ്ട്രെസ് അവിടെ ഒരു പോസിറ്റീവ് ലെവലിലാണ് നമുക്ക് ഇമ്പാക്ട് ചെയ്യുക അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ഗുഡ് സ്ട്രെസ്സിനെ നമ്മൾ പറയുന്നതാണ് യൂ സ്ട്രെസ് എന്നുള്ളത്. അടുത്ത ടൈപ്പാണ് ന്യൂ സ്ട്രെസ് എന്നുള്ളത്. ന്യൂ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഭയങ്കര ഹാംഫുള്ളും കാര്യങ്ങളും ഒന്നുമല്ല, നമുക്ക് ഹെൽപ്ഫുള്ളും അല്ല ഹാംഫുള്ളും അല്ല, രണ്ടുമല്ല, അങ്ങനത്തെ നമ്മൾ എന്ത് പറയും, ന്യൂ സ്ട്രെസ് എന്ന് പറയും. ഈ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആയിട്ട് നമ്മളെ ഇമ്പാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താണ് ഡിസ്ട്രെസ് എന്ന് പറയാം. ഈ ഡിസ്ട്രെസ് രണ്ട് ടൈപ്പ് ഉണ്ട്, അക്യൂട്ട് സ്ട്രെസ്സും ഉണ്ട്, ക്രോണിക് സ്ട്രെസ്സും ഉണ്ട്. അക്യൂട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം പീരീഡ്, അതായത് ലെസ് ദാൻ 6 മന്തിന്റെ ഉള്ളിൽ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നതിനെയാണ് നമ്മൾ അക്യൂട്ട് ഡിസ്ട്രെസ് എന്ന് അല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 6 മന്ത്സിൽ നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നതിനെയാണ് ക്രോണിക് സ്ട്രെസ്. ഫോർ എ പ്രൊലോങ്ഡ് അല്ലെങ്കിൽ ലോങ് ടൈം പീരീഡിൽ നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റൻസ് ആയിട്ടുള്ള സ്ട്രെസ്, ഭയങ്കര ഹെവി സ്ട്രെസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രോണിക് സ്ട്രെസ് എന്ന് പറയാം. ഇനി വേറെ എന്താണ് ഹൈപ്പർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ്, ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹൈപ്പർ സ്ട്രെസ് എന്ന് പറയാം. ഇനി ഹൈപ്പോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള സ്ട്രെസ്, നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരു അവിടെ വേണ്ടല്ലേ, പക്ഷെ
ിനെക്കാട്ടിലും ഭയങ്കര കൂളായിട്ടാണ് എന്തെങ്കിലും ഉണ്ടാവില്ല. അങ്ങനെ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാം, ഹൈപ്പോ സ്ട്രെസ് എന്ന് പറയാം. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 5 ടൈപ്പ് ആണുള്ളത്. യൂസ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് സ്ട്രെസ് ആണ്. ന്യൂ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഗുഡും അല്ല ബാഡും അല്ല. ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ ബാഡ് സ്ട്രെസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ അക്യൂട്ടും ഉണ്ട് ക്രോണിക്കും ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. പിന്നെ ഉള്ളതാണ് ഹൈപ്പർ സ്ട്രെസ്, എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ് ആണ്. പിന്നെ ഉള്ളതാണ് ഹൈപ്പോ സ്ട്രെസ്, സ്ട്രെസ് ലെവൽ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള സ്ട്രെസ് ആണ് അവിടെ വരുന്നത്. ഇതാണ് എന്ത് നമുക്ക് സ്ട്രെസ്സിന്റെ ടൈപ്സിൽ നമുക്ക് പറയാനുള്ളത്. ഈസി ആണ് കേട്ടോ സ്ട്രെസ്സിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ലെക്ചറിനോട് കൂടെ പോവട്ടോ. ഇനി നമ്മുടെ കാരണമായിക്കോട്ടെ, നമ്മുടെ ലൈഫ് ഇവന്റ്സ് കാരണമായിക്കോട്ടെ, നമ്മൾ ഡിഫറെന്റ് കാരണം കൊണ്ട് നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഈ ഓരോ കാരണങ്ങൾ കൊണ്ട് സ്ട്രെസ് അനുഭവിക്കുമ്പോൾ ഇത് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന സിംറ്റംസ് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബോഡിയിൽ ചേഞ്ച് വരുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ ഫിസിക്കൽ സിംറ്റംസ്, ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി നമുക്ക് സ്ട്രെസ് അനുഭവിക്കുമ്പോൾ ബയോളജിക്കലി എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക. അതായത് നമ്മുടെ എനർജി ലെവൽ പറ്റെ കുറയാൻ വേണ്ടി തുടങ്ങും. ചില ആളുകൾക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവാൻ, ഒന്നെങ്കിൽ ഡയറിയ പ്രോബ്ലംസ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, തീരെ ടോയ്ലറ്റ് പോവാൻ പറ്റാത്ത അവസ്ഥകൾ ഇങ്ങനെ ഉണ്ടാവാനിലൊക്കെ ചാൻസസ് കൂടുതലാണ്. അതുപോലെ ഹെഡ് ഐക്സ്, മൈഗ്രെയിൻസ്, അവിടെയും ഇവിടെയൊക്കെ പെയിന്, എയ്ക്സ്, ചെസ്റ്റ് പെയിന്, നമ്മുടെ ഹേർട്ട് ബീറ്റ് ഭയങ്കര കൂടുക, ഉറക്കം കിട്ടാത്തൊരവസ്ഥ, അതുപോലെ മൗത്ത് ഒക്കെ ഭയങ്കര ഡ്രൈ ആവുക, അതുപോലെ തന്നെ നമ്മുടെ മസിൽസിലൊക്കെ ഭയങ്കര ടെൻഷൻ ഫീൽ ആവുക, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യാം. ഇങ്ങനത്തെ പല കാര്യങ്ങളുമാണ് എന്ത് സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്നത്. ഇനി ഇമോഷണൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുക, എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിരിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ തന്നെ ഒരു വർക്ക്ലെസ്നെസ്, നമ്മൾ എന്ത് ചെയ്താലും ഇതൊന്നും നടക്കില്ല, അല്ലെങ്കിൽ ഇതോട്ടൊന്നും ഒരു ഉപകാരമില്ല, അല്ലെങ്കിൽ ഭയങ്കര ലോൺലി ഫീൽ, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഫീൽ, ഇതൊക്കെയാണ് എന്ത് ഇമോഷണൽ സിംറ്റംസ് ഓഫ് സ്ട്രെസ്സിൽ വരുന്നത്. ഇനി സൈക്കോളജിക്കൽ സിംറ്റംസ് എന്ന് പറഞ്ഞാല് അതായത് ഭയങ്കര വെറി ഉണ്ടാവുക, നമുക്ക് തോട്ട്സ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ അലയടിക്കും പോലെ നമുക്ക് ഉണ്ടാവുക, അതുപോലെ തന്നെ നമുക്ക് മറവി ഉണ്ടാവുക, ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഒരു കാര്യം നമുക്ക് ജഡ്ജ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റാതിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജ്മെന്റ് കുറവായിരിക്കുക, അല്ലെങ്കിൽ തെറ്റായ ജഡ്ജ്മെന്റിലേക്ക് നമ്മൾ എൻഗേജ് ചെയ്യുക, അതുപോലെ പെസിമിസം, നമ്മുടെ ഫ്യൂച്ചറിൽ എല്ലാതും മോശമായ കാര്യങ്ങളെ നടക്കൂ എന്നുള്ള തോട്ട്സ് ഒക്കെ നമ്മൾക്ക് കൂടുതലായിട്ടുണ്ടാവും. ഇതാണ് എന്ത് സൈക്കോളജിക്കൽ സിംറ്റം. ഈ പെസിമിസം എന്ന് പറഞ്ഞാല് അതായത് ഫ്യൂച്ചറിൽ എപ്പോഴും മോശമായിട്ടുള്ള കാര്യങ്ങളെ നടക്കൂ എന്നുള്ള ഒരാളുടെ ബിലീഫിനെയാണ് നമ്മൾ എന്ത് പറയാ, പെസിമിസം എന്ന് പറയാം. പെസിമിസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒപ്റ്റിമിസം എന്നുള്ളത്. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനെ ഒരു പോസിറ്റീവ് ആംഗിളിൽ കാണാൻ, അതായത് നമ്മൾ വരും കാലത്ത് നല്ലതേ നമുക്ക് ഉണ്ടാകൂ എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഒപ്റ്റിമിസം. നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് പെസിമിസം. അവ സ്ട്രെസ് അനുഭവിക്കുന്നവരിൽ കൂടുതലായി കാണുന്നതാണ് പെസിമിസം എന്നുള്ളത്. ഓക്കെ. ഇനി ബിഹേവിയർലി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസിന്റെ എഫക്റ്റീവ്നെസ് കുറയുക, അതുപോലെ തന്നെ സബ്സ്റ്റൻസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക, ആൽക്കഹോള്, സിഗരറ്റ്, മരിജുവാന, കൊക്കെയിൻ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രഗ്സ് ആൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേഷനൊക്കെ പോയിട്ട് നമുക്ക് ആക്സിഡൻസിൽ നമ്മൾ എൻഗേജ് ചെയ്യാനുള്ളത്, അതായത് നെർവസ് മാനറിസം, ഭയങ്കര പേടിച്ച് വിറച്ചുള്ള മാനറിസംസ് കാണിക്കുക, ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ വിശപ്പിന്റെ പാറ്റേണിൽ നമുക്ക് ചേഞ്ചസ് വരിക, അതുപോലെ പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വർക്ക് കിട്ടിയാലും ഇതൊന്നൊക്കെ ചെയ്യാൻ വയ്യ, നാളെ ചെയ്യാം ഇങ്ങനെയുള്ള ഒരു ടെൻഡൻസിനാണ് പ്രോക്കാസ്റ്റിനേഷൻ. ഒന്നെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നവരാകുക, അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുന്നവര്, വാക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ നമ്മുടെ സ്പീച്ച് കുറയുക, നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഇതൊക്കെയാണ് എന്ത് ബിഹേവിയറൽ സിംറ്റംസ് ഓഫ് സ്ട്രെസ്സിൽ വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് സോഴ്സസ് ഓഫ് സ്ട്രെസ്, സ്ട്രെസ്സിന്റെ സോഴ്സസ്, എവിടുന്നാണ് നമുക്ക് ഈ സ്ട്രെസ് കിട്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്ട്രെസ്സേഴ്സ്, അപ്പൊ എവിടുന്നാണ് ഇതിന്റെ ഒരു സോഴ്സസ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ സ്ട്രെസ്സിന്റെ സോഴ്സസിൽ വരുന്നതാണ് ഫെസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ ഉണ്ടാകും അല്ലെ, എല്ലാ ഹ്യൂമൻസിനും ഒരു ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ ഉണ്ടാകും. അത് ത്രെറ്റനിങ് ആവുന്ന സിറ്റുവേഷൻ നമ്മൾ ഫ്രസ്ട്രേഷൻ എന്ന് പറയാം. നമുക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോൾക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കണം. അപ്പൊ നമ്മൾ എന്താവും, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകും അല്ലെ. മംഗൽ പറഞ്ഞിട്ടുള്ളത് a wide range of environmental obstacles, both physical and social, and the internal factors in the form of personal limitation, biological condition, and psychological barriers may lead to frustration of our needs, motives, and effort. അതായത് ഇവിടെ എന്ന് പറഞ്ഞാല് നമുക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളിവിടെ ആണെങ്കിൽ 100 മീറ്റർ 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 100 മ
നമുക്ക് ഈ ഗോൾ ഉണ്ട്, ഈ ഗോളിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ മുന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ, അതായത് നമുക്ക് കഴിവില്ലാതിരിക്കുക, സോഷ്യൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കുക, മെന്റലി നമുക്ക് സ്ട്രോങ് അല്ല, അതുപോലെ ബയോളജിക്കൽ കണ്ടീഷനിൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജസും കാര്യങ്ങളും ഉണ്ടാകുക, പേഴ്സണൽ ലിമിറ്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ ഏജൻസി വഴി, നമ്മുടെ ഇന്റേണൽ ഫാക്ടേഴ്സ് വഴി, ഇങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ കാരണം നമ്മളെ ഗോളിൽ എത്തുന്നതിൽ നമ്മൾ തടയുന്ന കാര്യങ്ങളാണ് എന്ത്, ഫ്രസ്ട്രേഷൻ. അല്ലെങ്കിൽ അതിലോട്ട് നയിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഫീലിങ്സ് കാര്യങ്ങളുണ്ടാവും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടാണ്, രവി ആളുടെ പ്രൊമോഷൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വെക്കുകയാണ്, പക്ഷെ ആൾക്ക് എന്ന് പറഞ്ഞാൽ ആ പ്രൊമോഷൻ കിട്ടുന്നേ ഇല്ല. ആ ഒരു ടൈമിലൊക്കെ ആൾക്ക് എന്താണ്, ഒരു ഫ്രസ്ട്രേഷൻ ആണ് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ ആണ് ഫ്രസ്ട്രേഷൻ എന്നുള്ളത്. സെക്കൻഡ് വൺ ആണ് കോൺഫ്ലിക്ട് ഓഫ് മോട്ടീവ്സ് എന്ന്. കോൺഫ്ലിക്ട് ഓഫ് മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ചോയ്സസ് ഉണ്ട്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മളുടെ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അതിനെ ബേസ് ചെയ്തിട്ടാണ് കോൺഫ്ലിക്റ്റ് ഓഫ് മോട്ടീവ്സ് എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് ഓഫ് മോട്ടീവ്സ് മെയിൻലി 4 ടൈപ്പിലാണ്, ഡിഫറെന്റ് മോട്ടീവ്സ് 4 ടൈപ്പിലാണ് വരുന്നത്. ഫസ്റ്റ് വൺ ആണ് അപ്രോച്ച് കോൺഫ്ലിക്ട്. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് കേട്ടോ. 2 പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മളുടെ മുന്നിൽ കൊണ്ടുവെക്കണം. 2 ഗോൾസ് ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, എ ബി എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യണം. പക്ഷെ ഇതിന് രണ്ടിനും ഒരേ ക്വാളിറ്റീസ് ആണ്. ഓക്കെ, ഇതൊരു ജോബാണ്, ഇതൊരു ജോബാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻഡിവിജ്വൽ 2 ജോബ്സ് ആണ് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ജോബിന്റെ ടൈമിങ്ങും 9 to 6 o'clock ആണ്, ഈ ജോബിന്റെ ടൈമിങ്ങും 9 to 6 o'clock ആണ്. ഈ ജോബിന് 25,000 ആണ് സാലറി, ഈ ജോബിന് 25,000 ആണ് സാലറി. ആളുടെ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് രണ്ടെണ്ണത്തിനും സെയിമും ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 2 ചോയ്സസ്, ഒരേപോലെയുള്ള 2 ചോയ്സസ് ആണ്. അപ്പൊ ഇതിൽ ഏത് സെലക്ട് ചെയ്യണം, നമുക്കൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ വരില്ലേ, രണ്ടും ഒരു സ്ട്രെസ് നമുക്ക് വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, രണ്ടിനും നെഗറ്റീവ്സ് ഒന്നുമില്ല, രണ്ടിനും ഈക്വൽ വാല്യൂ ആണ്. പക്ഷെ ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാം, അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്നുള്ളത് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും നെഗറ്റീവ് ആണ്. ഇവിടെ ഈ 2 ഓപ്ഷൻ ഉണ്ട്, എ ബി എന്ന് പറയുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഈ 2 ഓപ്ഷന് നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യാൻ രണ്ടിനും നെഗറ്റീവ് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത അൺഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ജോലി നമ്മൾ ചെയ്യണം. ഇവിടെ എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയിഡ്, ഒരു വർക്കും ഇല്ലാതെ നിൽക്കണം. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ജോബ് നമ്മൾ ചെയ്യണം. അപ്പൊ രണ്ടിനും നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അപ്പൊ രണ്ടും നമുക്ക് ഇഷ്ടമില്ലാത്തതാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് അവിടെ ഒക്കർ ചെയ്യും. അതിനെയാണ് നമ്മൾ പറയുന്നത് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന്. നെക്സ്റ്റ് വൺ ആണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇതിന് പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പൊ ഉണ്ടാകുന്നതിനെയാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്നുള്ളത്. അതായത് നമുക്ക് അബ്രോഡിൽ നല്ലൊരു ജോലി കിട്ടും, ഓപ്ഷൻ എ എന്ന് പറഞ്ഞ അബ്രോഡിൽ നല്ലൊരു ജോലി കിട്ടും. ഓപ്ഷൻ അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണ്, നമുക്ക് നമ്മളുടെ ഫാമിലിനൊക്കെ വിടണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എന്താണ്, നമുക്ക് നല്ലൊരു ജോലി കിട്ടി. പക്ഷെ അതിനനുസരിച്ചൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മുടെ ഫാമിലിനെ വിടണം, ഒന്നെങ്കിൽ ജോബിന് പോകണം, ജോബിന് പോയി കഴിഞ്ഞാൽ ജോബ് കിട്ടി, ഫാമിലി ഒഴിവായി. നമ്മൾ നാട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിലോ നമ്മുടെ ഫാമിലി നമ്മൾ ചുറ്റുമാണ്, പക്ഷെ ജോബില്ല. അപ്പൊ ഇവിടെ അപ്രോച്ച് അവോയ്ഡൻസ്, ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യണം, ഒന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഉണ്ടാകുന്ന ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ഗോൾ, ഒരു പോസിറ്റീവ് ആൻഡ് ഒരു നെഗറ്റീവ് ഗോൾ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം നമുക്ക് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്നുള്ളത്. മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡന്റിന് ഒരു എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യണം. അതായത് ആൾക്ക് മ്യൂസിക് പഠിക്കാനാണ് ആൾക്ക് ഇഷ്ടം. പക്ഷെ മ്യൂസിക് പഠിക്കുമ്പോൾ ആൾക്ക് മ്യൂസിക് പഠിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അത് ആളുടെ ഫാമിലിക്ക് ഇഷ്ടാവില്ല. ആളുടെ ഫാമിലിക്ക് അദ്ദേഹം പഠിക്കുന്നത് എഞ്ചിനീയറിംഗിനെയാണ്, പക്ഷെ ഫാമിലിക്ക് എഞ്ചിനീയറിംഗ് ഇഷ്ടമാണ്, പക്ഷെ ആൾക്ക് ഇവിടെ മൾട്ടിപ്പിൾ
അപ്രോച്ച് അവോയ്ഡ് ഒന്നും ഇഷ്ടം പ്രതിഷ്ഠില്ല അങ്ങനെ മൾട്ടിപ്പിൾ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാന്ന് വരുമ്പോൾ നമുക്ക് അതൊരു കോൺഫ്ലിക്ട് സിറ്റുവേഷനിലോട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സ്ട്രെസ് ഒക്കെ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് പറയും? മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മളിപ്പം സോഴ്സ് ഓഫ് സ്ട്രെസ് ഉണ്ടാകുന്ന സോഴ്സസ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഫ്രസ്ട്രേഷൻ ആണ്. സെക്കൻഡ് പറഞ്ഞിട്ടുള്ളത് കോൺഫ്ലിക്ട് ഓഫ് മോട്ടീവ്സ്. അതിൽ 4 ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട് ഓഫ് മോട്ടീവ്സ് പറഞ്ഞു. ഇനി അടുത്തതാണ് പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞാല് സ്ട്രെസ്സിന്റെ വേറൊരു സോഴ്സസ് ആണ്. പ്രഷർ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷർ ഉണ്ടാകും, ഇന്റേണൽ ആയിട്ടുള്ള പ്രഷർ ഉണ്ടാകും, എന്തും ഉണ്ടാകും. ഈ 2 പ്രഷർ കാരണം നമ്മൾ എന്താണ് സ്ട്രെസ് അനുഭവിക്കുന്നത്. അപ്പൊ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറഞ്ഞാല് ഡിമാൻഡ്സ് ഫ്രം ദ എൻവറോൺമെന്റ് എന്നുള്ള ഡിമാൻഡ്സ്, റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ കാരണമാണ് നമുക്ക് എക്സ്റ്റേണൽ പ്രഷർ ഉണ്ടാക്കുന്നത്. ഈ ടൈമിനെ ഇത് ചെയ്യണം, ഈ ടൈമിന് പഞ്ച്വലായി നമ്മൾ ചെയ്യണം, ഈ ടൈമിൽ തന്നെ വർക്ക് സബ്മിറ്റ് ചെയ്യണം, ഈ റെസ്പോൺസിബിലിറ്റിയും നീ ഏറ്റെടുക്കണം, ഇതും നീ ഏറ്റെടുക്കണം. ഇങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയാം. ഇന്റേണൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചിട്ട് തന്നെ ആലോചിക്കുക, നമ്മൾ ഇങ്ങനെയാവണം അങ്ങനെയാവണം എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ടാണ് നമുക്ക് എന്താണ് ഇന്റേണൽ പ്രഷർ ഉണ്ടാവുക. ഓക്കെ, ഇത് കൂടാതെ ഇപ്പൊ നമ്മുടെ ഫ്രസ്ട്രേഷൻ, കോൺഫ്ലിക്ട് ഓഫ് മോട്ടീവ്, പ്രഷർ, ഇത് കൂടാതെ തന്നെ നമുക്ക് സ്ട്രെസ് കോസ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് എല്ലാ ഇൻഡിവിജ്വൽക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണല്ലേ ഉള്ളത്. ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഓരോരുത്തരും ഓരോ പേഴ്സണാലിറ്റികളാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനനുസരിച്ചിട്ട്, നമ്മുടെ ടെമ്പറമെന്റൽ ഫാക്ടേഴ്സിനനുസരിച്ചിട്ട്, നമ്മുടെ പെർസെപ്ഷൻ, അതായത് നമ്മൾ എങ്ങനെ ഒരു കാര്യത്തെ മീനിങ് ഇന്ററപ്റ്റ് ചെയ്യുന്നു, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെസ് എന്താണ് ഓരോ ആളുകളിലും സ്ട്രെസ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി വെച്ചിട്ട് നമുക്ക് 2 ടൈപ്പ്, ശരിക്കും 4 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് നോക്കുമ്പോൾ ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്കാണ് എന്ത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഉള്ളത്, ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ളത്. ഓക്കെ, ടൈപ്പ് എയും ഉണ്ട്, ടൈപ്പ് ബിയും ഉണ്ട്. ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ലെവൽ കൂടുതലാണ്, ഇവർക്ക് സ്ട്രെസ് ലെവൽ ഒന്നുകൂടി കുറവാണ്. അപ്പൊ ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ ഭയങ്കര ഹറിനെസ്, ഭയങ്കര ധൃതി ആയിരിക്കും അവർക്ക് ഒരു കാര്യം ചെയ്യാം. അതുപോലെ റെസ്റ്റ്ലെസ്നെസ്, ഒരു സമാധാനം ഇല്ലാത്ത ആളുകളാവും. അതുപോലെ തന്നെ ഭയങ്കര ഒരുപാട് ആക്ടിവിറ്റീസ് ഒറ്റ ടൈമിൽ തന്നെ ഇവർ ചെയ്യുന്ന ആളുകളായിരിക്കും. അതായത് ഹറിഡ്നെസ് ഉണ്ടാവും, റെസ്റ്റ്ലെസ്നെസ് ഏക്കാരം, ഒരേ ടൈംസ് കുറെ ആക്ടിവിറ്റീസ് ചെയ്യും. അതുപോലെ കോമ്പറ്റേറ്റീവ് മൈൻഡ് ഏക്കാരം, ആൻഷ്യസ് മൈൻഡ് ഉണ്ടാകും. അതുപോലെ അച്ചീവ്മെന്റ് ഓറിയന്റ്, അവർ ചെയ്യുന്നതിലൊക്കെ സക്സസ് ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാവും ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാരുണ്ടാവും. അപ്പൊ ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാർക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു സമാധാനം ഇല്ലായ്മ, ഭയങ്കര വെറിനെസ്, അച്ചീവ്മെന്റ് ഓറിയന്റഡ് ആണ്, കോമ്പറ്റേറ്റീവ് മൈൻഡ് ആണ്. അപ്പോൾ അതൊക്കെ എന്താണ് സ്ട്രെസ്സിലോട്ടാണ് നയിക്കുന്നത്. ഇനി ടൈപ്പ് ബി പേഴ്സണാലിറ്റിക്കാരാണെങ്കിൽ അവരെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി എന്താണ് കാമാണ്, ഒരു റിലാക്സ്ഡ് ആണ്. ഇത്രത്തോളം റെസ്റ്റ്ലെസ്നെസ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒന്നും ടൈപ്പ് ബി പേഴ്സണാലിറ്റിക്കാർക്കില്ല. അപ്പം പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോൾ ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണ് എന്ത് കൂടുതലായിട്ട് സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡിഫറെന്റ് ലൈഫ് ഇവന്റ്സ് വെച്ചിട്ട് നമ്മളുടെ ഫാമിലിയിൽ പെട്ടെന്ന് ഒരാൾ നമുക്ക് ഡിയറസ്റ്റ് വൺ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ ഡെത്ത് സംഭവിക്കുക, ഡിവോഴ്സ്, പ്രഗ്നൻസി, നമ്മുടെ ചൈൽഡ് വീട്ടിൽ നിന്ന് ലീവ് ചെയ്യാം, അതുപോലെ നമ്മുടെ റിട്ടയർമെന്റ്, മാരേജ്, നമ്മുടെ ജോബ് നഷ്ടപ്പെടുക, ഇതൊക്കെ എന്താണ് സ്ട്രെസ്സിലോട്ട് നയിക്കും അല്ലെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കോൺഫ്ലിക്ട് ഓഫ് മോട്ടീവ്സ്, ഫ്രസ്ട്രേഷൻ, പ്രഷർ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെയിൻ സോഴ്സസ് ഓഫ് സ്ട്രെസ് ആണ്, ഒരു ബോർഡ് സോഴ്സ് ഓഫ് സ്ട്രെസ് ആണ്. ഇത് കൂടാതെ തന്നെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ലൈഫ് ഇവന്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പ് ആയിക്കോട്ടെ, ഇനി ഇൻഎഫക്റ്റീവ് അല്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതായത് ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, നമ്മുടെ വർക്കും ലൈഫും തമ്മിലുള്ള ഒരു ബാലൻസ് നമുക്ക് കൊണ്ടുവെക്കാൻ പറ്റുന്നില്ല, നമുക്ക് വർക്ക് പ്രഷർ ഉണ്ട്, വർക്ക് ഓവർലോഡ് ഉണ്ട്, എൻവറോൺമെന്റൽ പ്രഷർ ഉണ്ട്, ഇപ്പൊ നോയിസ് പൊല്യൂഷൻ ഉണ്ട്, ഭയങ്കര ക്രൗഡിങ്, തിക്കി തരുന്ന ഏരിയയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ എന്താണ് സ്ട്രെസ് അനുഭവിക്കാനുള്ള ചാൻസസ് നമുക്ക് എന്താണ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും പറയും സ്ട്രെസ്സിന്റെ ഒരു സോഴ്സ് ആയിട്ട് പറയും. ഇനി ലൈഫ് ഇവന്റ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് ഇവന്റ്സ് ഉണ്ട്, ഡെത്ത്, ഡിവോഴ്സ്, മാരേജ്, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ എന്താണ് നമ്മുടെ ഫിസിക്കലി ആയിക്കോട്ടെ, സൈക്കോളജിക്കലി ആയിക്കോട്ടെ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെന്റൽ ഹെൽത്തിനെയും എല്ലാം എന്താണ് മോശമായിട്ട് നമ്മളുടെ ഡേ ടു ഡേ ഫങ്ഷനിങ്ങിനൊക്കെ എന്താണ് ബാധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഹെസൈൽസ്, നമ്മൾ ഡെയിലി റൂട്ടീൻസ് കാരണങ്ങൾ അത് നമുക്ക് ഡിഫറെന്റ് സ്ട്രെസ് അനുഭവിക്കുന്നത്. നമ്മൾ ടൈമിന് വർക്കിന് എത്തിയില്ലേ, വർക്ക് ഓവർലോഡ് ഉണ്ടോ, ഡെയിലി റൂൾസ് ചെയ്യാൻ പറ്റുന്നില്ലേ, റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലേ, ഡ്യൂട്ടീസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലേ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഇനി ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അനുസരിച്ച് ഒരാൾക്ക് വർക്കും ലൈഫും തമ്മിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലേ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഫാമിലിയിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സ് തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇതൊക്കെ എന്തിൽ വരും, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ വരും. അപ്പം ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ഫിസിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വെൽബീയിങ് എന്താണ് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് അനുഭവിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ കണ്ടീഷൻ കൊണ്ടും, നമ്മുടെ പുതുമയുള്ള ഒരുപാട് സോഷ്യൽ കണ്ടീഷൻസ് ആണ്, ഈ സോഷ്യൽ കണ്ടീഷൻ കൊണ്ടും സ്ട്രെസ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ ജീവിക്കുക, ഭയങ്കര ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ് കാണിക്കുന്ന ഏരിയയിലാണ്, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ കുറവുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായാലും പ്രശ്നമാണ്, കുറവായാലും പ്രശ്നമാണ്. അതുപോലെ തന്നെ ക്രൗഡിങ്, ഭയങ്കര തിക്കി തിരഞ്ഞ ഏരിയയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ എന്താണ് സ്ട്രെസ് അനുഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ജനങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് വേൾഡിലാണ് അല്ലെ. നമുക്ക് ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷനും സോഷ്യൽ പ്രഷറും ഒക്കെ അടങ്ങിയ ഒരു വേൾഡിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ, ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് സ്ട്രെസ് അനുഭവിക്കാനും ഇതൊക്കെ നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ എന്താണ് വളരെ ഹൈ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, സ്ട്രെസ്സിന്റെ ഒരു ഓവറോൾ പോർഷൻ ആയിട്ട് നമുക്ക് എന്താണ് പറയാനുള്ളത്. ഇനി യൂണിറ്റിൽ ബാക്കി വരുന്നതാണ് മെഷർമെന്റ് ഓഫ് സ്ട്രെസ്, സ്ട്രെസ്സിനെ എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതും. ഓക്കെ, സ്ട്രെസ്സിനെ നമുക്ക് ഫിസിയോളജിക്കൽ മെഷർമെന്റ് ചെയ്യാം. ഫിസിയോളജിക്കലി നമുക്ക് സ്ട്രെസ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തിട്ട്, നമ്മളെ പൾസ് റേറ്റ്, നമ്മളെ ബ്രീത്തിങ് റേറ്റ്, ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ സ്ട്രെസ് ലെവൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഒരാൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പോളിഗ്രാഫ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്. പോളിഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളെ ബയോകെമിക്കൽ മെഷേഴ്സ് ഉണ്ട്, ഡിഫറെന്റ് ബയോകെമിക്കൽ മെഷേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടെ ഹോർമോൺസ് ആയ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, കോർട്ടിസോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോർട്ടിസോൾ ആണ് എന്ത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും ഒക്കെ നമ്മളെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ഹോർമോൺ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റിയാക്ഷൻ ആണ് നമുക്ക് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റിയാക്ഷനിൽ നമ്മളുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും, അതുപോലെ നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ. അപ്പം ഇതൊക്കെ എന്താണ് സ്ട്രെസ് ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹോർമോൺ. അപ്പൊ ഈ ഒരു ഹോർമോൺസിന്റെ ലെവൽ എത്രത്തോളം നമ്മൾ ബ്ലഡിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്താണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ബ്ലഡ് ടെസ്റ്റ്, ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് മെഷീൻസിലോട്ട് നമ്മൾ പ്ലഗ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഈ ബ്ലഡ് ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയും അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആണ്. ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്താണ് നമ്മൾ എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് ഫിസിയോളജിക്കൽ മെഷേഴ്സിൽ വരുന്നത്. ഇനി അടുത്തതാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിൽ കേട്ടോ. സൈക്കോളജിക്കൽ ടെസ്റ്റിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ബിഹേവിയേഴ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആക്കണം, റിലയബിൾ അക്യുറേറ്റ് ആയിട്ടുള്ള സ്ട്രെസ് ആക്കണം, വാലിഡ് ആയിട്ടുള്ള സ്ട്രെസ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ് തന്നെ ഇവിടെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ മാത്രമേ നമ്മൾ എന്താണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് സൈക്കോളജിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തൊരു ടെസ്റ്റ് ആണ് സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററീസ് എന്നുള്ളത്. സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി എന്ന് പറഞ്ഞാല് ഇവിടെ ആളോട് ചോദിക്കുകയായിക്കാരം, ആള് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആൾ ഇപ്പൊ ഹാപ്പി ആണോ, ഇങ്ങനെ ആളടുത്ത് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയായിക്കാരം ആളെ കുറിച്ചിട്ട്. അപ്പൊ ആൾ ഇതിന് ആൻസർ ചെയ്യണം, യെസ് ഓർ നോ, അല്ലെങ്കിൽ 1 2 3 എന്നുള്ള റേറ്റിംഗോ എന്തെങ്കിലും ഇട്ടിട്ട് ആള് ഇതിനൊക്കെ എന്താണ് ആൻസർ ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി കോസ്റ്റ് കുറവുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ എന്താണ് സുഖമായിട്ടുള്ള ടെസ്റ്റുകളാണ്.
അപ്പൊ ഈ സെൽഫ് റിപ്പോർട്ട് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എത്ര ആളുകൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ സെൽഫ് റിപ്പോർട്ടും എന്താണ് സ്ട്രെസ് മെഷർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കുമാണ്. നെക്സ്റ്റ് വൺ ആണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് നമ്മുടെ മേജർ ആയിട്ടുള്ള ലൈഫ് ഇവന്റ്സ്, ചെക്ക് ലിസ്റ്റിൽ നമ്മുടെ മേജർ ആയിട്ടുള്ള ലൈഫ് ഇവന്റ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ ഈ ലൈഫ് ഇവന്റ്സ് കാരണം നമ്മൾ എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, ഈ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ മേജർ ആയിട്ടുള്ള ലൈഫ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ, നമ്മുടെ വീട്ടിൽ ഒരാളുടെ ഡെത്ത് ഉണ്ടായി, ഇങ്ങനെ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടായി. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു പ്രഷർ ഉണ്ടാക്കും അല്ലെ. അപ്പൊ ആള് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കോപ്പ് ചെയ്യണം, ഇതിനൊക്കെ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ തരണം ചെയ്യണം. അപ്പം അതൊക്കെയാണ് എന്ത് ഒരു ചെക്ക് ലിസ്റ്റിൽ വരും. അതായത് ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാകും. ഈ സിറ്റുവേഷന് നമ്മൾ എത്ര മാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ അപ്പൊ കാണിച്ച ബിഹേവിയേഴ്സ് എങ്ങനെയാണ്, അതൊക്കെയാണ് ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനത്തെ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്ട്രെസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ 3 ടെക്നിക് യൂസ് ആണ് നമ്മൾ പറയുന്നത്. സോറി, ഫോർത്ത് വണ്ണും കൂടെ ഇന്റർവ്യൂ യൂസ് ചെയ്തിട്ട് കൂടെ നമ്മൾ എന്താണ് സ്ട്രെസ് മെഷർ ചെയ്യും. നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്റർവ്യൂവറും ഉണ്ടാവും, ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂവർ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ നടത്തുന്ന ആളിനെയാണ് നമ്മൾ എന്താണ് ഇന്റർവ്യൂവർ എന്ന് പറയാം. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഇന്റർവ്യൂ നടത്തുന്നത്, അവരാണ് എന്ത് ഇന്റർവ്യൂവി. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഫേസ് ടു ഫേസ് നേരിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് നമ്മൾ പറയും. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഉണ്ട്. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഈ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിൽ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്യാൻ പോണ ആളുകൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം 10 ചോദ്യം ചോദിക്കണം ആണെങ്കിൽ അത് ഓൾറെഡി അത് പ്രിപ്പയർ ചെയ്തിട്ടാവും അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. ഇനി അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടാവില്ല. പ്രീ പ്ലാനിങ്, ഇവിടെ ഒരു പ്ലാനിങ് ഉണ്ടാവും, കറക്റ്റ് ഒരു പ്ലാൻ ഉണ്ടാവും. ഇവിടെ എന്താണ് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ആൾക്ക് അപ്പൊ എന്താണോ ചോദിക്കാൻ തോന്നുന്നത് ആൾ അതിനെ കുറിച്ച് ചോദിക്കും. ഇനി സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്ലാൻ ഉണ്ടാവും. ആദ്യം 10 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടിയിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഒക്കെ ആൾ എന്താണ് എഴുതി വെച്ചിട്ട് പോകും. അപ്പം ഒരു പ്ലാൻ അവിടെ ഉണ്ടാകും. പക്ഷെ ആൾക്ക് തോന്നുകയാണ് ഈ 10 ക്വസ്റ്റ്യനും കൂടി ചോദിച്ചാൽ പോരാ, ഇതിലൂടെ ഒരു ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിലൊരു ക്വസ്റ്റ്യൻ മാറ്റി ചോദിക്കണം. അങ്ങനെ ആൾക്ക് തോന്നുകയാണെങ്കിൽ അതുകൂടെ പോസിബിൾ ആകുന്നതാണ് സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ആൾക്ക് ഇവിടെ എന്താണ് ഒരു ഫ്ലെക്സിബിലിറ്റി പറ്റുന്നുണ്ട്, ആളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവിടെ ഫ്ലെക്സിബിലിറ്റി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് എന്താണ് ഡാറ്റാസ് സ്ട്രെസ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്, സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ ഒരാളുടെ സ്ട്രെസ് ലെവൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആൾ എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് മെഷർ ചെയ്യാന്നുള്ളത് കുറെ ടൈം ആളെ കൂടെ തന്നെ നിന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കണല്ലേ. അതുപോലെ തന്നെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാലോ കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള നോളജ് ഉള്ള ആളുകൾ മാത്രമേ എന്താണ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ സ്ട്രെസ് മെഷർ ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സിൽ പറയുന്നത്. അപ്പൊ ഈ സ്ട്രെസ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് എന്ന് ഇവിടെ ഉള്ളത്, നമ്മൾ സ്ട്രെസ് എന്താന്ന് പറഞ്ഞു, സ്ട്രെസ്സിന്റെ കുറച്ച് കൺസെപ്റ്റിൽ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് പറഞ്ഞു, ടൈപ്പ് ഓഫ് സ്ട്രെസ്സുകൾ നമ്മൾ പറഞ്ഞു, അതുപോലെ സ്ട്രെസ്സിന്റെ സോഴ്സസ് നമ്മൾ പറഞ്ഞു, സിംറ്റംസ് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. ഒരു ഈസി ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് യൂണിറ്റുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.